ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോണേ ഞങ്ങൾ. അപ്പോൾ ഒരു ബർത്ത്ഡേ സർപ്രൈസാണ്. സമയം 11:33 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആളുടെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു. വീട്ടിൽ പിറന്നാളാണ് ആഘോഷിക്കാമെന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഫ്രണ്ട് എന്നതിലുപരി ഒരു അനിയത്തി കുട്ടിയാണ്, നല്ല സൂപ്പർ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഏട്ടനും ഞാനും കുട്ടിയുണ്ട്. പിന്നെ ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ലാഗാക്കാണ് കേട്ടോ. കുറേ നേരമായി ഏട്ടനെ കാത്തിങ്ങനെ നിൽക്കണം. ഞങ്ങളിങ്ങനെ റെഡിയായി നിൽക്കുക. അപ്പോഴേക്ക് സമയം 11:45 ആയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ ചൊറുക്കാവട്ടെ, അടിപൊളിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായി നിൽക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഈ 12 മണിക്കാണ് ഞങ്ങൾ ചൊറുക്കാവാനൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചീത്ത കണ്ടിട്ടു. ലൈറ്റൊക്കെ ഓഫാക്കി ഓല് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും പോവാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി വന്നാൽ ഏട്ടനോട് ചെങ്ങട്ടാ പോകണമെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ വണ്ടിയിലാണ് പോണത്. അടുത്ത് തന്നെയാണ്, എന്നാലും ഈ രാത്രി ആയതുകൊണ്ട് വണ്ടിയിലാണ് പോണത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് 2-3 ആൾക്കാരും കൂടെ ഉണ്ട്. ശ്രീഷ്മ, അവളെ ഹസ്ബൻഡ്, കുട്ടി. ശ്രീഷ്മൻ്റെ ഫ്രണ്ടാണ്, അതിനെപ്പറ്റി എനിക്കൊരു നല്ലൊരു ചേച്ചിയാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി സൈഡാക്കി വെച്ചിട്ട് ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ. നല്ല രസമാണ്. ശ്രീഷ്മൻ്റെ ഹസ്ബൻഡും കുട്ടിയും ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടി ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടന്ന് പോവാണ്. അതിൽ കണ്ണേട്ടൻ പറയുന്നുണ്ട് ആ മാമ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ മാമ എന്ന് പറഞ്ഞാൽ തമിഴിൽ പറയണത് കേട്ടോ, മാമ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നടന്നിങ്ങനെ പോയി ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പോണ വഴിക്ക് ഞാൻ പറഞ്ഞു, എല്ലാവരും ഫ്ലാഷ് അടിക്കി, ആരെയും മുഖം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഷൊക്കെ അടിച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട്. സ്ത്രീയാണ് ഇപ്പോൾ ഇങ്ങനെ പൊളിച്ചായിട്ട് ഇങ്ങനെ പോവാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഷൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് വർത്താനൊക്കെ പറഞ്ഞങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അച്ചുവിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. അച്ചുവിൻ്റെ ചേച്ചിയാണത്, അമ്മു. അവൾ വന്ന് ഗേറ്റൊക്കെ തുറന്നിരുന്നു. പട്ടിയാണെങ്കിൽ പെരും പറയട്ടോ, അവിടെ പട്ടിയുണ്ട്, ഭയങ്കര പറയാണ്. കേക്ക് ഉണ്ടോ എനിക്കറിയില്ല. എന്നിട്ട് ഞങ്ങൾ വാതിലൊക്കെ തുറന്ന് ഞാൻ പറഞ്ഞു അമ്മു തുറക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് പോവുകയാണ് ഗൈസ്. പിന്നെ ഭയങ്കര ചിരി കേട്ടോ. ഞങ്ങൾ വന്ന കഥയൊക്കെ പറഞ്ഞ് പെരും ചിരിയാണ്. രാത്രി ഇങ്ങനെ ഇരുട്ടത്ത് നടന്നു വരുന്നൊക്കെ രസമല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, അകത്ത് കയറി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബിന്ദു ചേച്ചി ലൈറ്റ് ഇട് പറഞ്ഞു. ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഇതാക്കി വർത്താനൊക്കെ പറഞ്ഞ് ഒക്കെ ഉറങ്ങല്ലേ സെറ്റാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ എല്ലാവരും ഒരു ഭാഗത്ത് ഓരോരോ സൈഡിലേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്രീഷ്മണ്ടാണ് നീ കേക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെക്ക്, നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മാഷൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കോമഡികളൊക്കെ അവിടെ നിൽക്കുന്നത്. കണ്ണേട്ടൻ ടോർച്ചൊക്കെ അടിച്ചിങ്ങനെ മിന്നിക്കുന്നുണ്ട്. ഞങ്ങൾ കേക്കൊക്കെ പിന്നെ ശ്രീഷ്മ കേക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാൻ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. കുട്ടികളുണ്ട് അവിടെ, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് അവിടെ, ഓലും തുണക്കാരന്മാരാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മേലേക്ക് പോവാണ് അച്ഛനെ വിളിക്കാൻ. അവൾ മേലത്തെ റൂമിലാണ്. ഓൾറെഡി വാതിൽ കുറ്റിയിടലില്ല, പിന്നെ ചാരി അടയ്ക്കലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോകുമ്പോൾ ഒരാൾ പെട്ടെന്ന് മേലെ ഇങ്ങനെ മിന്നു പറയും. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോവാണ്. സ്റ്റെപ്പ് കയറുന്നതിന് മുന്നേ ശ്രീഷ്മ പറഞ്ഞു കേക്കൊക്കെ റെഡിയാക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേക്കിൽ നമ്പർ വെച്ചില്ല പറഞ്ഞിട്ട് നമ്പർ വയ്ക്കാൻ പോയി. നമ്പർ വയ്ക്കാൻ പോയി. ഇന്നലെ ഫുള്ള് എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ, ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ കണ്ടിട്ട് വന്നാൽ വിളിക്കുക, സമയം ആയി വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ മേലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഓരോരുത്തരായിട്ട് മേലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കാതെ നിശബ്ദമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കണ്ണേട്ടൻ പിന്നെ ടോർച്ചൊക്കെ മിന്നിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരാളിങ്ങനെ മണ്ടിനുണ്ട് അവിടുന്ന്. അപ്പോൾ അവളുടെ ചേച്ചിയാണ്, വർഷക്കുട്ടിയാണത്. ഞങ്ങളവളെ മുത്ത് എന്നാണ് വിളിക്കൽ. ഞങ്ങളെ കണ്ടിട്ട് മണ്ടി. ഞാൻ പറഞ്ഞു ലൈറ്റ് ഇട് എന്തെങ്കിലും ലൈറ്റ് ഇട് എന്നൊക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഒക്കെ സെറ്റാക്കി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നതാണ് അച്ചുവിൻ്റെ അമ്മയും അച്ഛനും. പിന്നെ ഇത് കണ്ണേട്ടൻ, പിന്നെ കണ്ണേട്ടൻ്റെ വൈഫാണ് ശ്രീഷ്മ. ഇങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം തുണിയൊക്കെ ഉണ്ട് കേട്ടോ. സോഫയിൽ തുണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ പിന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കളും ചേച്ചിമാരും ആയതുകൊണ്ട് ഉറക്കല്ലാതെ കാത്തിരിക്കുകയാണ് 12 മണി വരെ. അതിലിങ്ങനെ കാത്തിക്കണം. അച്ഛമ്മേനൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ട്. സമയത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എല്ലാവരും. അച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യമൊക്കെ അച്ചുവിനെ വിചാരിച്ചുകൊണ്ടിരുന്നത്, നമ്മളൊരു വ്യക്തിനെ പരിചയപ്പെടുന്നതിന് മുന്നേ
നമ്മളെന്താ വിചാരിക്കാവോ ജാടയാണ്, ചിലപ്പോൾ നമ്മൾ നോക്കിയൊരു ചിരിയൊക്കെ ചിരിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഓരോ മുന്നിൽ നമ്മൾ ജാടയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഞാനും ഒരുപക്ഷെ അച്ചൂനെ അങ്ങനെ തന്നെ, അച്ചൂനെ എന്നല്ല ഈ 3-4 കുട്ടികളെയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവരുമായിട്ട് നമ്മൾ ഒത്തിരി കമ്പനി ആകുമ്പോഴാണ് അവരെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് വർത്താനം പറഞ്ഞു. വർഷ റൂമിൽ നിന്ന് ഒളിഞ്ഞു വെക്കുക കേട്ടോ, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഓൾറെഡി അറിയാം, പക്ഷെ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അവൾ ഒരു ഷോർട്ട്സും ഒരു ചെറിയ ടോപ്പ് ഇട്ടാണ് കിടന്നത്. അപ്പോൾ അവൾ അത് മാറ്റാൻ പോയതാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ടൈം ഇങ്ങനെ എണ്ണി അച്ചു സർപ്രൈസ് ആവുമോ അറിയില്ല. അച്ചു കുറച്ച് ബോൾഡായ കുട്ടിയാണ്, അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്നില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പേടിക്കുകയോ ഇല്ലയോ. അപ്പോൾ ഓരോരുത്തരും ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നുണ്ട്, ടൈമിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. ടൈമാണെങ്കിൽ പോകണമില്ല. ശ്രീഷ്മ ഞാനാണെന്ന് ചിരിക്കണുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. അവൾ പിന്നെ ഇത് പൊട്ടൂലേ, പാർട്ടി പോപ്പർ ഉണ്ട് കയ്യിൽ, അപ്പോൾ അത് പൊട്ടൂലേ, അങ്ങനത്തെ ഓരോരോ ചർച്ചകളാട്ടോ അവിടെ നടക്കുന്നത്. അങ്ങനെ എൻ്റെ കുട്ടിയും ശ്രീഷ്മേൻ്റെ കുട്ടിയൊക്കെ നല്ല കളിയിലാണ്. വർഷ ഡ്രസ്സൊക്കെ മാറ്റി വർഷ വന്നു. കണ്ണേട്ടൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ണേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതിൽ ക്ലിയറൊക്കെ കമ്മിയാണ്, നിങ്ങളും കൂടെ എടുത്തോളം പറഞ്ഞിട്ട് കണ്ണേട്ടൻ്റെ ഫോണിൽ എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഏട്ടൻ ആണെങ്കിൽ ഫോണിലൊക്കെ തോണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റവരൊക്കെ അവിടെ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു എൻജോയ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വ്യക്തിനെ വിലയിരുത്തിയിട്ട് നമ്മൾ പരിചയപ്പെടാതെ നമ്മൾ ആരും വിലയിരുത്തരുത്. അങ്ങനെ കിട്ടിയ കുറേ ഫ്രണ്ട്സും കുറേ അനിയത്തിമാരുമാണ് ഇവരൊക്കെ. പിന്നെ ഞങ്ങളൊരു ടീം തന്നെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ഒരു ഡാൻസിന് വേണ്ടിയിട്ട് തുടങ്ങിയ ടീമാണ്. അത് ഞങ്ങളൊരു ഫാമിലി പോലെയായി. ഞങ്ങളുടെ ടീമിൻ്റെ പേര് നാട്യ എന്നാണ്. ആ നാട്യയിലുള്ള ഞങ്ങൾ ചേച്ചി അനിയത്തിമാർ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങളാ ടീമിൽ ഏറ്റവും കൂടുതൽ പിന്നെ ശ്രീയും അമ്പിളിയും എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും കമ്പനിയാണ്, പക്ഷേ എൻ്റെ ചേച്ചിമാരാണ് അവർ. പക്ഷെ ഞാനവരെ ശ്രീ അമ്പിളി അങ്ങനെയാണ് വിളിക്കൽ. നമ്മളൊരു ബോണ്ട് അങ്ങനെ ആയതുകൊണ്ടാവും അങ്ങനെ ഒരു ഇത് വന്നത്. എന്നൊരു ചെറിയ അനിയത്തിയായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ. അച്ചുവും അങ്ങനെ തന്നെയാണ്, നല്ല ബോണ്ടാണ് എല്ലാവരോടും. പിന്നെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര എല്ലാവരുമായിട്ട് ഭയങ്കര ഇതാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പോൾ സർപ്രൈസ് കൊടുക്കലുണ്ട്. അപ്പം പിന്നെ അച്ചുവിൻ്റെ ബർത്ത്ഡേൻ്റെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ നാളേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ചർച്ച ടൈമിങ്ങാണ്. ടൈം എന്തായി എന്നുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഞാനപ്പോൾ വിഷയത്തിൽ തെന്നി മാറി. ഞാനിപ്പോൾ കടയിലിരുന്നാണിത് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നപ്പോൾ അതിന് ഇതാക്കാൻ പോയതാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തു തിരിക്കുന്നുണ്ട്. ലാസ്റ്റ് അച്ചുവിൻ്റെ അച്ഛൻ അവിടെ കിടന്നു, സോഫയിൽ കിടന്നു. സമയം നോക്കി അവിടെ കിടന്നു. അപ്പോൾ സമയമായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി വരികയാണ്. ഡോറ് തുറക്കാൻ ശ്രീഷ്മ റെഡിയായിട്ട് നിൽക്കുകയാണ്. ശരിക്കും ഇടയിൽ കൂടെ എല്ലാവരും. അപ്പോൾ ഞാൻ വന്നു, കുഴപ്പമില്ല ഡോറ് തുറന്നിട്ട് കയറാം എന്ന് വെച്ചാൽ. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി കിടക്കണതല്ലേ, അപ്പോൾ ഏട്ടന്മാർക്കൊരു ഇഷ്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണേ എന്താ പറയുക എന്നൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നെ ഡോറ് തുറന്നു. ആൾ നല്ല ഉറക്കത്തിലാണ്. ആളൊരു ബോൾഡായ കുട്ടിയായതുകൊണ്ട് പിന്നെ ലൈറ്റ് ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഏട്ടന്മാരൊക്കെ ലൈറ്റ് ഇട്ടു. ലാസ്റ്റ് ഞങ്ങൾ വിളിച്ചു. അച്ചുവിനോട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ആളറിയണില്ല, 2 വട്ടം വിളിച്ചു, ആളറിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ അച്ചു കിടക്കണത്. പിന്നെ ഇത്ര ഒച്ചപ്പാട് കിട്ടിട്ടോൾ അറിയണമെന്നില്ല. അപ്പോൾ ബിന്ദു ചേച്ചി നോക്കണോള് എന്താ പെൺകുട്ടിയല്ലേ, അപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ നേരെയാണെന്നുള്ളത് നോക്കണം കേട്ടോ. അത് വിളിച്ചു എണീറ്റ് ഞെട്ടിട്ടോ, ഒന്ന് ഞെട്ടി. പിന്നെ ഞങ്ങൾ പൊട്ടിച്ചപ്പോൾ ആകെ കിട്ടി. ഞാൻ പറഞ്ഞ ആളൊരു ബോൾഡായ കുട്ടിയായതുകൊണ്ട് പിന്നെ അത്രയും പേടിച്ചില്ല. പക്ഷെ ആൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ പറയുകയാണ് ശ്രീഷ്മേൻ്റെ വീട്ടിലുണ്ടായിരുന്നു അത്രയും നേരം. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ശ്രീഷ്മ പറഞ്ഞിട്ട് ഇത് പൊട്ടണില്ല എന്നൊക്കെ, പാർട്ടി പേപ്പർ വെറുതെയാണ്, അതിലാകെ 4 സാധനമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അത് പറഞ്ഞ് ചിരിക്കും കേട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ആള് ഡ്രസ്സൊക്കെ റെഡിയാക്കി വീഴാനൊക്കെ പോകുന്ന ഇറങ്ങിയിട്ട് പിന്നെ ആൾക്കാർ അന്തപ്പെടലുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകണേ. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് വീഡിയോസ്. പിന്നെ കുറച്ച് ലാഗാവും, എന്നാലും കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പിന്നെ അത് ഞങ്ങൾ എല്ലാവരും താഴേക്ക് പോകണം കേട്ടോ കേക്ക് മുറിക്കാൻ. താഴെയാണ് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വർഷേൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചൊരു കഥ പറയാണ് കേട്ടോ. ഇവർ മെഴുകുതിരിയൊക്കെ പിടിച്ചു വന്ന് പേടിപ്പിച്ച കഥയൊക്കെ പറയാണ്. അങ്ങനെ കേക്കിൻ്റെ അടുത്തെത്തി കേക്കൊക്കെ മുറിക്കുന്ന സമയത്ത് ചിച്ചിടം പറഞ്ഞു ഇതാ ഗിഫ്റ്റ്, പിന്നെ ഫോട്ടോയാണ് ഇട്ടതൊക്കെ പറഞ്ഞ് കൊടുത്തപ്പോൾ ചിച്ചിട്ടനെ കെട്ടിപ്പിടിച്ച് ഇതൊക്കെ പറയുന്നുണ്ട്. ഉമ്മയൊക്കെ ചോദിച്ചു, ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഗിഫ്റ്റൊക്കെ മേടിച്ചു വെച്ചു. കേക്ക് മുറിക്കാൻ വേണ്ടി കേക്കൊക്കെ ശ്രീഷ്മ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ ക്രിയേറ്റർ ആയതുകൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. വർഷമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര ചിരിയാണ് കേട്ടോ, എല്ലാവർക്കും കോമഡി ആയത്. കാരണം ഞങ്ങളൊക്കെ വിചാരിച്ചു ഇവിടെ പേടിച്ചാലറും പേടിച്ചൊച്ചുണ്ടാക്കുന്നൊക്കെ വിചാരിച്ചു അത്രയും സൗണ്ടിലൊക്കെ വരുമ്പോഴേ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിന് വിപരീതമായിട്ട് നമ്മൾ ആളൊന്ന് അന്തം വിട്ടു. പിന്നെ ആള് ഭയങ്കര ബോൾഡ് ആയതുകൊണ്ട് അത്രയ്ക്കട് പേടിച്ചില്ല. ഞങ്ങൾ ചമ്മി ഗൈസ്. പിന്നെ കേക്കൊക്കെ റെഡി സെറ്റാണ്. ഞങ്ങൾ അങ്ങനെ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ചിച്ചും അച്ചും പിന്നെ ധ്വനിമോളും കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വർത്താനം കിട്ടാതായിരിക്കുന്നു ഗൈസ്. വർത്താനമൊന്നും വരുന്നില്ല. അപ്പം പിന്നെ ഏട്ടനൊക്കെ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട് കേട്ടോ, ആകെ അന്തം വിട്ടിട്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഒക്കെ സെറ്റ് ചെയ്തതൊക്കെ അടിപൊളിയായല്ലോ എന്നുള്ള സന്തോഷത്തിൽ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ അച്ഛനോട് പറഞ്ഞു. എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അച്ഛമ്മേനെയും അച്ഛനെയൊക്കെ വിളിക്കണം. അപ്പം അച്ഛൻ വന്നു. അച്ഛനെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ സമയത്ത് ഈ 12 മണി എന്നുള്ളൊരു സമയത്ത് നമുക്ക് വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റിയതും പിന്നെ ഇപ്പോൾ അച്ഛനും അച്ഛമ്മയൊന്നും ഒരു എതിർപ്പും പറയാതെ ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് അച്ഛനൊക്കെ പ്രായമായവരല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഗൈസ് ഞാൻ ഈ ചാച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കസ്റ്റമർ, അപ്പോൾ വീണ്ടും ഒരു കസ്റ്റമർ വന്നു. അപ്പോൾ സാധനം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ അച്ചുവിൻ്റെ വിഷയത്തേക്ക് തന്നെ കിടക്കും. അപ്പോൾ അച്ചു പിന്നെ ചിച്ചുവിനെയും ധ്വനിമോളെയൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഷാജിയേട്ടനെയും അച്ചുവിൻ്റെ അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് കുറച്ച് ക്ലിയർ ഉണ്ടോ എനിക്കറിയില്ല. ഷാജിയേട്ടൻ്റെ മുഖമൊന്നും കാണില്ല. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആ സന്തോഷത്തിനിടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അച്ഛനെയും കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട്. ഷാജിയേട്ടനെയും ബിന്ദുവേശിനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ അവരിങ്ങനെ ഇതൊക്കെ എടുത്തിട്ടുണ്ടാവണം. ഉറക്കപ്രാന്തിലൊക്കെ അല്ലേ എടുക്കണത്, എന്നാലും നമ്മൾ അനിയത്തി കുട്ടിക്കല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളങ്ങ് എടുത്തു. പിന്നെ ലാസ്റ്റ് തൊപ്പി വെക്കാൻ മറന്നിരുന്നു ഗൈസ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ തൊപ്പിയൊക്കെ പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഗിഫ്റ്റൊക്കെ എല്ലാവരും കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഗിഫ്റ്റിൻ്റെ വീഡിയോസാണ് കേട്ടോ. എല്ലാവരും ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കണു. കുട്ടികളൊക്കെ കേക്ക് തിന്നണു, വർത്താനം പറയണു. പിന്നെ ഫ്രെയിമൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രെയിമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു കുട്ടിയും കൂടി ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അവൾ വന്നിട്ടില്ല. അവൾക്ക് 2 ചെറിയ കുട്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഒരു ഫ്രെയിമാണ് കൊടുത്തത്. എനിക്ക് അച്ചുവിൻ്റെ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയൊരു, ക്യൂട്ടല്ല, ഒരു നല്ല ഇഷ്ടം തോന്നിയൊരു ഫോട്ടോയാണ്. നല്ല ഫോട്ടോയാണ്, എനിക്കിഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ കാണാൻ. എനിക്ക് അവളുടെ ആ ഫോട്ടോ ആ നിൽക്കണ ലുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഫ്രെയിം ചെയ്ത് കൊടുത്തത്. പിന്നെ രസമുണ്ടായിരുന്നു, നല്ല ഫോട്ടോയാണ്. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ പിടിച്ചിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. കേക്കൊക്കെ തിന്നാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണേട്ടൻ കേക്കും കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾ കേക്കൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ ധ്വനിമോള് അച്ചുവിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിരുന്നു. പിന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ഇതാണ് ഗിഫ്റ്റ് കൊടുത്തത്. ഒരു ഗിഫ്റ്റും കൊടുത്തു കേട്ടോ. ഡയറി മിൽക്കാണ് ഗിഫ്റ്റ് കൊടുത്തത്. അവൾക്ക് ചേച്ചിനോടുള്ള സ്നേഹം കൊണ്ട് അവൾ കൊടുത്തതാണ്. അപ്പോൾ പിന്നെ കൊടുത്തിട്ട് ധ്വനിമോള് പിന്നെ കൊടുത്ത ഡയറി മിൽക്ക് എൻ്റെ ചിച്ചുട്ടനാണ് വാങ്ങി തന്നത്. അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ചിച്ചുട്ടൻ വാങ്ങി തന്നു. അവനൊരു ഡയറി മിൽക്ക് നുണച്ചിയാണ്, അല്ലെങ്കിൽ നുണയനാണ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ രസമാണ്. ഇപ്പോൾ ശ്രീ അത് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുകയാണ്. ഞാനത് കുറച്ച് മുന്നേ പറഞ്ഞത് മാത്രം ഗൈസ്. അപ്പോൾ ലെറ്ററൊക്കെ അച്ചു അത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അച്ചുവിന് അറിയില്ല അത് ഡയറി മിൽക്കാന്നുള്ളത്.
പിന്നെ പൊട്ടിച്ചപ്പോൾ ലെറ്റർ വായിക്കണം ഞങ്ങൾ. ഹാപ്പി ബർത്ത്ഡേ ലെറ്റർ എന്നൊന്നും പറയല്ല, ഹാപ്പി ബർത്ത്ഡേ അച്ചു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നിയത് ആ കുഞ്ഞ് ചെയ്തു. പക്ഷെ വളരെ മനോഹരമായിരുന്നു. ചിരിക്കുന്നൊക്കെ പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഡിസൈനൊക്കെ ചെയ്ത് ക്രയോൺസൊക്കെ വെച്ച് വരച്ച് ചിച്ചുട്ടത്തിൽ തനിമോളെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് എടുത്ത് തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ അപ്പോൾ ഗിഫ്റ്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് വരാത്ത കുട്ടി കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പോൾ അവൾ പറഞ്ഞു കാസറോളാണ് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. ചിച്ചു കേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തു. കണ്ണേട്ടൻ അച്ചുവിന് ശ്രീയും അച്ചും നിൽക്കുന്ന ഒരു മാജിക് ലൈറ്റാണ് കൊടുത്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ക്യൂട്ടായിട്ടുണ്ട്. അടിപൊളി ഫോട്ടോയാണ്. അപ്പം അച്ചുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. അച്ചു പിന്നെ അത് ഓണാക്കി നോക്കിയിട്ടുള്ളൂ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഗൈസ്, പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ അവളിങ്ങനെ ഓരോ ഗിഫ്റ്റുകളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുവിൻ്റെ അമ്മ ഭയങ്കര പാവമാണ് കേട്ടോ. ഇത് മൂന്നും അത് രണ്ടും അച്ഛൻ്റെ ഫാമിലി. അവിടെ നിൽക്കുന്ന മുഴുവൻ അച്ഛൻ്റെ വീട്ടിൽ ആൾക്കാരാണ്. അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ ചേച്ചി, അച്ഛൻ്റെ അനിയത്തി, അച്ഛൻ്റെ അച്ഛമ്മ, പിന്നെ ഇവിടെ വർഷക്കുട്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ അച്ഛൻ നല്ല അത്യാവശ്യം വലിയ ഫാമിലിയാണ് അവരത്. പിന്നെ ഭയങ്കര ലക്കി ഫാമിലിയാണ്. 4 പെൺകുട്ടികളും പിന്നെ കണ്ണിട്ടാതിരിക്കട്ടെ 4 പെൺകുട്ടികളും ഭയങ്കര ലക്കിയാണ്. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലാണ് അവർ. ഗിഫ്റ്റൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ സെറ്റാക്കാണ് അവർ. ഇനി ഗിഫ്റ്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്നതിൻ്റെ ഇടയിൽ ടോപ്പ് ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയട്ടെ. അപ്പോൾ വർഷക്കുട്ടി പറയുന്നുണ്ട്, അച്ചു അത് ചെറുതാണ്, എന്താ നീ ഇത്ര ചെറുത് വാങ്ങിയ അമ്മോ അച്ചുവിന്. അപ്പോൾ അവർക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. ഇവിടെ ഭയങ്കര ലോകകാര്യങ്ങൾ ഭയങ്കര ചർച്ചയിലാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞു. അച്ചു ഗിഫ്റ്റ് നോക്കുന്നുണ്ട്. പിന്നെ ശ്രീഷ്മ കൊടുത്ത ഗിഫ്റ്റാണ് അതൊക്കെ. പിന്നെ അച്ചു ഗിഫ്റ്റുകളൊക്കെ നോക്കി ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് വയ്ക്കിട്ടുള്ളൂ. അവൾ പറയാം, ഞാൻ മടുത്തു, ഗിഫ്റ്റ് തുറന്ന് നോക്കി മടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തൊപ്പിയൊക്കെ തലയിൽ തന്നെ വെച്ചിട്ടുണ്ട് പൂര. ഷാജിയേട്ടൻ പറയുന്നത് നാളെ സദ്യ ഉണ്ട്, എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. അപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ വർത്തമാനത്തിലാണ് എല്ലാവരും. ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഗൈസ്, എന്ത് ചെയ്യും. ശ്രീഷ്മ കൊടുത്ത ടോപ്പാണത്. അപ്പോൾ പിന്നെ വർഷം പറയുന്നുണ്ട് ഇതെനിക്ക് വന്നിട്ടിടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണ കണ്ണെണ്ണൊക്കെ നോക്കി പറയുന്നുണ്ട് അടിപൊളിയാണ് ആ ടോപ്പ്, ഡ്രസ്സൊക്കെ അടിപൊളിയാണെന്നാണ്. ഇനി ഞങ്ങൾ ഭയങ്കര മസ്കരിമമായി ചർച്ച ചെയ്യും. ഞങ്ങൾ പറഞ്ഞു ഞാൻ പോവുകയാണ്, പോട്ടേട്ടോ, സമയം കുറയായി, നാളെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഉറങ്ങിയിട്ട് ഗുഡ് നൈറ്റ്.